രാജ്യത്തെ പിടിച്ചുകുലുക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭത്തിന് പിന്തുണയേകി സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തിവന്ന 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നിലപാടുകളും കൃത്യമായ ഉറപ്പുകളും ലഭിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഉപവാസം അവസാനിപ്പിക്കാൻ തയ്യാറായത്. ഗുഡ്ഗാവിലെ മേദാന്ത ആശുപത്രിയിൽ തീവ്രപരിചരണത്തിൽ കഴിയുകയായിരുന്ന വാങ്ചുകിനെ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ഡോക്ടർ ജിതേന്ദ്ര സിംഗും നേരിട്ടെത്തിക്കണ്ട് സർക്കാരിന്റെ ഔദ്യോഗിക ഉറപ്പുകൾ രേഖാമൂലം കൈമാറുകയായിരുന്നു. പ്രക്ഷോഭകർ രാജ്യതലസ്ഥാനത്ത് സമരം ശക്തമാക്കിയതും ആഴ്ചകൾ നീണ്ട നിരാഹാരം മൂലം വാങ്ചുകിന്റെ ശാരീരിക അവസ്ഥ അപകടകരമായ രീതിയിൽ വഷളായതുമാണ് കേന്ദ്രത്തെ അടിയന്തര തീരുമാനങ്ങളിലേക്ക് നയിച്ചത്. സ്ഥിതിഗതികൾ ഗൗരവമായി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ 4 മണിക്കൂർ നീണ്ട അടിയന്തര യോഗം ചേർന്നു. ആരോഗ്യമന്ത്രിക്കൊപ്പം PMO സഹമന്ത്രിയും പങ്കെടുത്ത ഈ ചർച്ചയിലാണ് വാങ്ചുകിന്റെ ജീവൻ രക്ഷിക്കാനും പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാനും തീരുമാനമായത്. കേന്ദ്രത്തിന്റെ സന്ദേശം ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വാങ്ചുകിന്റെ ഭാര്യ ഗീതാഞ്ജലി ആഗ്മോയെ ഫോണിൽ വിളിച്ച് നേരിട്ട് അറിയിക്കുകയും ചെയ്തു. തുടക്കത്തിൽ മന്ത്രിമന്ദിരങ്ങളിൽ വെച്ചുള്ള ചർച്ചകൾക്ക് തയ്യാറാകാതിരുന്ന CJP നേതാക്കൾ പൊതുവേദിയിലെ ചർച്ചയെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. സമരക്കാരുടെ നിലപാട് പൂർണ്ണമായും അംഗീകരിച്ച കേന്ദ്ര സർക്കാർ നിഷ്പക്ഷമായ ഒരു പൊതുവേദിയിൽ വെച്ച് സമരക്കാരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്താമെന്ന് വാഗ്ദാനം ചെയ്തു. ഒപ്പം ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷകളിലെ തട്ടിപ്പുകളും തടയുന്നതിനായുള്ള കർശന വ്യവസ്ഥകൾ അടങ്ങിയ പുതിയ ഭേദഗതി ബിൽ വരും ആഴ്ചയിൽ തന്നെ പാർലമെന്റിൽ കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി. സമാധാനപരമായി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കോ സമരക്കാർക്കോ എതിരെ ഒരു തരത്തിലുള്ള നിയമ നടപടിയും സ്വീകരിക്കില്ലെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിട്ടുണ്ട്. നീറ്റ് ക്രമക്കേടുകൾ മൂലമുണ്ടായ മാനസിക വിഷമത്താൽ ജീവനൊടുക്കേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകുന്നത് അനുകമ്പയോടെ പരിഗണിക്കാമെന്നും ഭാവി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെയും പരീക്ഷാ തട്ടിപ്പുകളെയും കുറിച്ച് പാർലമെന്റിൽ സമഗ്രമായ ചർച്ചയ്ക്ക് അവസരമൊരുക്കാമെന്നും സർക്കാർ രേഖാമൂലം അറിയിച്ചു. സമരം അവസാനിപ്പിച്ച നടപടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്യുകയും വാങ്ചുക് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. തുടർന്ന് പ്രക്ഷോഭകരോട് സംസാരിച്ച വാങ്ചുക് കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. ജനകീയമായ ഈ പോരാട്ടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ വലയിൽ വീഴരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ലഡാക്കിലേക്ക് മടങ്ങാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. വിദ്യാർത്ഥികളുടെ ന്യായമായ ആശങ്കകളും പ്രക്ഷോഭങ്ങളും അധികാര കേന്ദ്രങ്ങളെ ഉലച്ചതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് സോനം വാങ്ചുകിന്റെ നിരാഹാര സമരത്തിന്റെ വിജയം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ അനുകൂല നിലപാട് രാജ്യത്തെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. വാഗ്ദാനങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങാതെ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരായ കടുത്ത നിയമനിർമ്മാണവും അനീതിക്കിരയായവർക്കുള്ള നഷ്ടപരിഹാരവും യാഥാർത്ഥ്യമാകുമോ എന്നാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്. ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യ സർക്കാരുകൾക്ക് വഴങ്ങേണ്ടി വരുമെന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഈ സമരം ബാക്കി വെക്കുന്നത്.